ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് തിരുസന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്താനും ഇന്നേ ദിവസം ഇടയാകുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ദൈവമേ അങ്ങേ കരം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 തിമോത്തിയോസ് 6-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുക, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന എവിടുന്ന? ദൈവം തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ ദൈവം തന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാനും കഴിയുന്നില്ല. ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടുമ്പോൾ അവൻ്റെ സമ്പാദ്യങ്ങളോ അവൻ്റെ പ്രോപ്പർട്ടീസോ ഒന്നും അവന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവനൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം തന്നത് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ആരും ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അധ്വാനം കൊണ്ട് ഒന്നും നമ്മൾ കൂട്ടുന്നില്ല. ഇവിടെ പറയുന്നു, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ധനികരാകുവാൻ അല്ലേ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി വ്യഗ്രത കൂടുമ്പോൾ ആർത്തി കൂടുന്ന വ്യക്തികളോടാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? പെട്ടെന്ന് പൈസ ഉണ്ടാവണം. അവർ ഔട്ട് ഓഫ് വേയിൽ പല കാര്യങ്ങളും ചെയ്യും. അവരെന്ത് ചെയ്യും? പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും എന്ത് സംഭവിക്കും? ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യും. അതായത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഔട്ട് ഓഫ് വേയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ, കൈക്കൂലി, മറ്റുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു വരുമ്പോൾ അവൻ കെണിയിൽ കുടുങ്ങിപ്പോകും. പിന്നെ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം, കാശുണ്ടാക്കണം, കാശിനോടുള്ള ആർത്തി, കാശിനോടുള്ള കാര്യം, കാശ് ഇന്ന് സഭയിലേക്ക് വരാൻ പോലും ആൾക്കാർക്ക് സമയമില്ല. കാശുണ്ടാക്കണം. ഒരു ദിവസം 24 മണിക്കൂർ പോരാ, അതിന് കൂടുതൽ കിട്ടിയാൽ അത്ര നല്ലത്. കാശുണ്ടാക്കണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. സകല ദോഷവും വലിച്ചു വരുന്നത് ദ്രവ്യാഗ്രഹം. പിന്നെ പറയുന്നു, ഇത് ചിലർ കാക്ഷിച്ചിട്ട് ചിലർ എന്ത് ചെയ്യും? ദ്രവ്യാഗ്രഹത്തിലേക്ക് പോവുക. ദ്രവ്യാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിശ്വാസം അവനിൽ ഉണ്ടാവില്ല. വിശ്വാസത്തിൽ നിന്ന് വിട്ടകലാതെ അവന് ദ്രവ്യാഗ്രഹം നിലനിർത്താൻ പറ്റത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? വിശ്വാസത്തിൽ നിന്ന് വിട്ടകന്ന് അവൻ ബഹു ദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. ഇതൊക്കെ നമുക്ക് പല വ്യക്തികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. പല സഭായോഗങ്ങളും മുടക്കി പല കാര്യങ്ങളും ചെയ്ത് ദ്രവ്യാഗ്രഹം, കാശുണ്ടാക്കണം, പല ഔട്ട് ഓഫ് വേയിലും പോയി പല പരീക്ഷയിലും കെണിയിലും കുടുങ്ങി അവരെന്ത് ചെയ്യുന്നു? ഈ വിശ്വാസത്തിൽ നിന്ന് തന്നെ വിട്ട് അകന്നു പോകുന്നു. അവരിൽ വിശ്വാസം ഇല്ലായ്മ വരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവത്തെ ആശ്രയിക്കാതെ വരുന്നു. അവർ എന്ത് സംഭവിക്കുന്നു? ബഹു ദുഃഖങ്ങൾക്ക്, തീരാ ദുഃഖങ്ങൾക്ക് അവർ അധീനരായിത്തീരുക. ഹല്ലേലൂയ. കർത്താവെ, ഈ ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരിക. കർത്താവെ, അങ്ങ് തന്നത്. കർത്താവ് ഇവിടെ പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ഉണ്ണാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതി. കാശിൻ്റെ മുകളിൽ കാശുണ്ടാക്കണം. ദ്രവ്യാഗ്രഹം നമുക്ക് മൂത്ത് പല കെണിയിലും കുടുങ്ങി ബഹു ദുഃഖങ്ങൾക്ക് നമ്മൾ അധീനരാകാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ,
വിശ്വാസം നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകാതെ ആ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് കിട്ടിയതിൽ തൃപ്തിയുള്ളവരായി, സംതൃപ്തിയുള്ളവരായി കർത്താവ് ജീവിക്കാൻ തക്കവിധം കർത്താവ് ഈ ദൈവവചനം നാം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ എല്ലാ മഹത്വം അംഗീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.